നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് പറ്റിയൊരു പോസ്റ്റാണ്. ഫിനാൻസ് ടെക്നോ പാർക്കിൻ്റെ പ്രമുഖ കമ്പനിയായ എം സ്ക്വാഡ് എന്ന കമ്പനിയിലേക്ക് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന മെയ് 15 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് CV അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അത് നമ്മൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നുള്ളത്. ജോബിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണ്. സൗണ്ട് നോളജ് ഓഫ് ബുക്ക് കീപ്പിംഗ്, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ, TDS, PF, ESI എക്സെട്ര. നമുക്കറിയാം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബുക്ക് കീപ്പിംഗ്, ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും TDS ഒക്കെ ഉള്ളത്. പിന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് വിത്ത് GST അല്ലെങ്കിൽ സോഫ്റ്റ് ടെക്സ് MIS റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. GSTയിലൊക്കെ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് പ്രിഫേർഡ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, BCom കഴിഞ്ഞ ആളുകൾക്ക് MCom കഴിഞ്ഞാൽക്ക് അവസരം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷൻ തന്നെയാണിത്. നിങ്ങൾ BO അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BSc ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ BCom ആയിട്ടുള്ള അല്ലെങ്കിൽ MCom ആയിട്ടുള്ള ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അവരുടെ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വർക്ക് പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തിലാണ്. നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഓഫീസ് ബേസ്ഡ് ആണ്. പറയുന്നത് പ്രിഫേർഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്നത് ടാലി അല്ലെങ്കിൽ MS ഓഫീസ് അറിവുണ്ടായിരിക്കാണ്. പ്രിഫേർഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BCom അല്ലെങ്കിൽ MCom ആണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് റിക്വസ്റ്റഡ് ടു സെൻഡ് റെസ്യൂം എന്ന് പറഞ്ഞിട്ട് അവരെ ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് പ്രത്യേകം സബ്ജക്റ്റ് ലൈനാസ് ജോബ് ഫിനാൻസ് എക്സിക്യൂട്ടീവ് എന്ന സബ്ജക്റ്റ് വെക്കാൻ മറക്കരുത്. കാരണം പല CVകളും റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പല ആളുകളും അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളത് റിപ്ലൈ വന്നില്ല, സബ്ജക്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പലതും അവർ റിപ്ലൈ കൊടുക്കാറില്ല എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊരു പോസ്റ്റിലേക്കും ടെക്നോ പാർക്കിൽ നമ്മളിടുന്ന വേക്കൻസിയിലേക്കാകുമ്പോൾ അത് ഏത് പോസ്റ്റിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.